ഒരു കാലത്ത് അമേരിക്കൻ സൈനിക ശക്തിയുടെ ഹൃദയമായി പരിഗണിക്കപ്പെട്ടിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രം വ്യോമതാവളം വീണ്ടും ആഗോള രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ താവളത്തിന്റെ നയതന്ത്രം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ പുനരാരംഭിച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായത്. എന്നാൽ ഈ വിഷയത്തിൽ പാശ്ചാത്യ ശക്തികളുമായി നിലനിന്നിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രതന്ത്രപരമായ സമീപനം ഒരു നിർണായകമായ മാറ്റത്തിന് വിധേയമായിരിക്കുന്നു. ട്രംപിന്റെ ബാഗ്രാം താവളം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തെ തുറന്നും പരോക്ഷമായും എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ താലിബാൻ, പാകിസ്ഥാൻ, ചൈന, റഷ്യ തുടങ്ങിയ പ്രാദേശിക ശക്തികളുമായി ഒരേ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സമാധാന സാധ്യതകൾ, ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾ, പാകിസ്ഥാനുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ, ചൈനയുടെ പ്രാദേശിക തന്ത്രങ്ങൾ എന്നിവയുടെ സങ്കീർണമായ കൂട്ടിച്ചേരലാണ് ഈ പുതിയ സ്ഥിതിവിശേഷം സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ബാഗ്രാം നീക്കവും അതിനോടുള്ള ഇന്ത്യയുടെ കണിശമായ പ്രതികരണവും കൂടിച്ചേരുമ്പോൾ ഈ പ്രദേശം വീണ്ടും ആഗോള ശക്തികളുടെ നേരിയതും എന്നാൽ ആഴത്തിലുള്ളതുമായ സംഘർഷ ഭൂമിയായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ സംയുക്ത നിലപാട് പ്രകടമായത് അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷനുകളുടെ 7ാമത്തെ യോഗത്തിലാണ്. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാൻ ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ബെലാറസിനെ അതിഥിയായും ഉൾപ്പെടുത്തിയാണ് ഈ നിർണായക യോഗം നടത്തിയത്. പങ്കെടുത്ത രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം അഫ്ഗാനിസ്ഥാനിലും അയൽ സംസ്ഥാനങ്ങളിലും തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വിന്യസിക്കാനുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങൾ അസ്വീകാര്യമാണ്. കാരണം ഇത് പ്രാദേശിക സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും താല്പര്യങ്ങൾ നിറവേറ്റുന്നില്ല എന്നതായിരുന്നു. പ്രസ്താവനയിൽ ബാഗ്രാം എയർബോസിന്റെ പേര് വ്യക്തമായി പറയുന്നില്ലെങ്കിലും പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ചുന്നയിച്ച താവളം തിരികെ നൽകാനുള്ള ആവശ്യത്തിനെതിരെയുള്ള ശക്തമായ സന്ദേശമാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നത്. 2020 ദോഹ കരാർ പ്രകാരം അമേരിക്കൻ സൈന്യം പിന്മാറി 5 വർഷത്തോളമായ സാഹചര്യത്തിലാണ് ബാഗ്രാം എയർബോസ് തിരികെ വേണമെന്ന് ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടത്. സെപ്റ്റംബർ 18 ബ്രിട്ടൻ പ്രധാനമന്ത്രിയുമായുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം "ഞങ്ങൾ അത് വെറുതെ നൽകി, ഞങ്ങൾക്ക് ആ താവളം തിരികെ വേണമെന്ന് പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാൻ ബാഗ്രാം വ്യോമതാവളം അത് നിർമ്മിച്ചവർക്ക് അമേരിക്കൻ ഐക്യനാടുകൾക്ക് തിരികെ നൽകിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ ആവശ്യം താലിബാൻ മുഖ്യ വക്താവ് സഹിബുള്ള മുജാഹിദ് ശക്തമായി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒരു സാഹചര്യത്തിലും തങ്ങളുടെ ഭൂമി ആർക്കും കൈമാറാൻ അഫ്ഗാനികൾ ഒരിക്കലും അനുവദിക്കില്ല എന്നായിരുന്നു മുജാഹിദിന്റെ പ്രതികരണം. കാബൂളിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബാഗ്രാം അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യോമതാവളമാണ്. 3 കിലോമീറ്ററിലും 3.6 കിലോമീറ്ററിലുമുള്ള 2 കോൺക്രീറ്റ് റൺവേകൾ ഉൾപ്പെടുന്ന ഇതിന്റെ തന്ത്രപരമായ സ്ഥാനം രാജ്യത്തിന്റെ ദുർഘടമായ വ്യോമാതിർത്തി നിയന്ത്രിക്കുന്നതിൽ നിർണായകമാണ്. 2001 ഭീകരതയ്ക്കെതിരെ യുദ്ധത്തിൽ ഈ താവളം അമേരിക്കയുടെ ഒരു പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു. മോസ്കോ ഫോർമാറ്റ് പ്രസ്താവനയിലൂടെ ഇന്ത്യ സ്വാതന്ത്ര്യവും ഐക്യവും സമാധാനപരവുമായ ഒരു അഫ്ഗാനിസ്ഥാനുള്ള പിന്തുണ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഭീകരവിരുദ്ധ സഹകരണത്തിന് ഊന്നൽ നൽകിയ പ്രസ്താവന തീവ്രവാദം ഇല്ലാതാക്കുന്നതിനും അഫ്ഗാൻ മണ്ണ് പ്രാദേശിക അല്ലെങ്കിൽ ആഗോള സുരക്ഷാ ഭീഷണിയായി ഉപയോഗിക്കുന്നതിൽ തടയുന്നതിനുമുള്ള നടപടികൾ ആവശ്യപ്പെട്ടു. ഇത് ഭീകരവാദത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനെ കുറിച്ചുള്ള ഇന്ത്യയുടെ ദീർഘകാല ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നിലപാടാണ്. കൂടാതെ ഇറാനിലെ ചബഹാർ തുറമുഖം പോലുള്ള പ്രാദേശിക കണക്ടിവിറ്റി, സാമ്പത്തിക സഹായം, മാനുഷിക പിന്തുണ എന്നിവയെ കുറിച്ചുള്ള പരാമർശങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിനുള്ള ഇന്ത്യയുടെ താല്പര്യത്തെ സൂചിപ്പിക്കുന്നു. ഈ താല്പര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ തങ്ങളുടെ വികസന പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുന്ന വിദേശ സൈനിക ഇടപെടലുകൾ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയുന്നതിനും സ്വന്തം നിലയിൽ ഇടപെടുന്ന ഒരു സമീപനമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നത്. മോസ്കോ ഫോർമാറ്റ് യോഗത്തിൽ അഫ്ഗാൻ പ്രതിനിധി സംഘം പൂർണ്ണ അംഗം എന്ന നിലയിൽ ആദ്യമായി പങ്കെടുത്തു എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇതിന് പിന്നാലെയാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കി ഒക്ടോബർ 9 മുതൽ 16 വരെ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. 1988 UN സുരക്ഷാ കൗൺസിൽ പ്രമേയം താലിബാൻ നേതാക്കൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ശേഷം
ഒരു താലിബാൻ ഉദ്യോഗസ്ഥൻ ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത്. ഈ യാത്രയ്ക്കായി UN സുരക്ഷാ കൗൺസിൽ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട് എന്നതും നയതന്ത്രപരമായ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങളുടെ സൂചനയാണ്. ഇന്ത്യയും താലിബാനും തമ്മിലുള്ള നേരിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾ പ്രാദേശിക രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി താൽക്കാലികമായി ഒരേ നിലപാടിലെത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് പ്രാദേശിക സുരക്ഷാ താൽപര്യങ്ങൾ തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതോടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ശൂന്യതയിൽ ഇന്ത്യ സ്വയം സുരക്ഷയും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. ട്രംപിന്റെ നീക്കം ഈ മേഖലയിൽ വീണ്ടും അസ്ഥിരത സൃഷ്ടിച്ചേക്കാമെന്ന ആശങ്കയാണ് ഇന്ത്യയെ ഈ കൂട്ടായ്മയിൽ ചേരാൻ പ്രേരിപ്പിച്ചത്. ഈ പുതിയ സമീപനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ്. പടിഞ്ഞാറൻ ശക്തികളുമായി ദൃഢബന്ധം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പ്രാദേശിക ശക്തികളുമായി തന്ത്രപരമായി സഹകരണം ഉറപ്പാക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് വിഷയം ഒരു നിമിത്തം മാത്രമാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ ദീർഘകാല സുരക്ഷാ കാഴ്ചപ്പാടുകളെയും പ്രാദേശിക ബന്ധങ്ങളെയും അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു കഴിഞ്ഞു.